തൃശൂർ ആസ്ഥാനമായ പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിൽ പങ്കാളിത്തം പ്രഖ്യാപിച്ച അമേരിക്കൻ നിക്ഷേപക സ്ഥാപനം. പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റലാണ് മണപ്പുറത്തിൽ പങ്കാളിത്തം നേടുന്നത്. ആദ്യഘട്ടമായി 18% പ്രിഫറൻഷ്യൽ ഓഹരികൾ 4385 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മണപ്പുറം ഫിനാൻസ് നൽകിയ കത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് പെട്രോൾ വാഹനങ്ങളുടെ വിലയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ഇതിനായി വെറും 6 മാസം കാത്തിരിക്കാനാണ് EV പ്രേമികളോട് മന്ത്രിയുടെ അഭ്യർത്ഥന. അതിവേഗം EV വിപ്ലവത്തിനൊപ്പം ചേരുന്ന ഇന്ത്യക്കാർക്ക് മന്ത്രിയുടെ വാക്കുകൾ സന്തോഷം പകരുമെന്ന് ഉറപ്പ്. കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സമ്മാനം. അടുത്ത മാസം മുതൽ ഇന്ദ്ര ബോട്ടുകൾ രാത്രിയാത്ര ആരംഭിക്കും. കുടുംബങ്ങൾക്കും ബിസിനസ് പാർട്ടികൾക്കും കടൽ യാത്ര രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഇനി നടത്താം. കാഴ്ചക്കാരില്ലാതെ പ്രതിസന്ധിയിലായ തിയേറ്ററുകൾക്ക് ആശ്വാസമായി എമ്പുരാന്റെ ബുക്കിംഗ്. ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ആരംഭിച്ചതു മുതൽ അതിവേഗത്തിലാണ് ടിക്കറ്റുകൾ വിറ്റഴിയുന്നത്. തിയേറ്റർ കളക്ഷനിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു മേഖലകളിലും എമ്പുരാൻ എഫക്ട് ഉണ്ടാകുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. എന്താകുമോ എന്തോ. മാർച്ചിൽ പിടിവിട്ടുയരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ആശ്വാസം. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8270 രൂപയായി. പവൻ വില 320 രൂപ താഴ്ന്ന് 66,160 രൂപയായി. അടുത്ത മാസം മുതൽ കല്യാണ സീസൺ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് വില കുറഞ്ഞാൽ അത്രയും നല്ലത്. അല്ലേലും സ്വർണം ഇതെന്തു പോക്കാണ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.